നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ്. അതായത് 15-ാം തീയതി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് വിതരണ നടപടികൾക്ക് തുടക്കം കുറിച്ചതായിട്ടാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. അതായത് 2000 രൂപ വിതരണത്തിൻ്റെ തീയതി ഡിസംബർ 15-ന് എന്ന് മുൻപ് തന്നെ സർക്കാർ അറിയിച്ചിരുന്നു. അതിനുവേണ്ടി 1055 കോടി രൂപയ്ക്ക് മുകളിലാണ് ധനവകുപ്പ് മുൻകൂറായി അനുവദിക്കുകയും ചെയ്തത്. ഈ തുക വിനിയോഗിച്ചുള്ള പെൻഷൻ വിതരണമാണ് ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ലഭിക്കാത്തവർക്കെല്ലാം വരും ദിവസങ്ങളിൽ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന വൈയായികയുള്ള അല്ലെങ്കിൽ കിടപ്പ് രോഗികളുള്ള ഒരുപാട് വീടുകളുണ്ട്. അങ്ങനെയുള്ള വീടുകളിലേക്ക് വരും ദിവസങ്ങളിൽ സഹകരണ ബാങ്കുകളിൽ നിന്നും കൃത്യമായിട്ട് ജീവനക്കാരെത്തി ഈ തുക കൈമാറുന്നതായിരിക്കും. ഡിസംബർ മാസം 24-ന് മുൻപൊക്കെ തന്നെ അല്ലെങ്കിൽ ക്രിസ്മസിന് മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ തുക സുരക്ഷിതമായിട്ട് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്തുമസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ചാണ് വിതരണം നേരത്തെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വിതരണ നടപടികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്ന് അക്കൗണ്ടിൽ ലഭിക്കാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഈ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ വിതരണ പ്രോസസ്സിങ് അതോടൊപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് നവംബർ മാസങ്ങളിൽ നമുക്ക് കുടിശ്ശിക ഉൾപ്പെടെ ഏകദേശം 3600 രൂപയോളം ലഭിച്ചു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുമസിൻ്റെ സമയത്ത് 2000 രൂപയുടെ വിതരണം അത് മുൻകൂറായിട്ടാണ് ലഭിക്കുക. ഇനി കഴിഞ്ഞ മാസമാണെങ്കിൽ നമുക്ക് 3600 രൂപയോളം ലഭിച്ചു. മുൻപുണ്ടായിരുന്ന ഒരു കുടിശ്ശികയും അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷനായിട്ടുള്ള 2000 ചേർത്താണ് അന്ന് 3600 രൂപയോളം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി തുടർന്നുള്ള മാസങ്ങളിൽ എല്ലാ മാസങ്ങളുടെയും അവസാനത്തെ ആഴ്ചയിൽ പെൻഷൻ വിതരണം ലഭിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണം ചെയ്യുക. എല്ലാ മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ 2000 രൂപ വീതം വർദ്ധിപ്പിച്ച പെൻഷൻ ലഭിക്കുന്ന രീതി, അതാണ് ഇനി മുതൽ സർക്കാർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെല്ലാം ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, വരുന്ന മാസങ്ങളിൽ തന്നെ സംസ്ഥാന ബഡ്ജറ്റുണ്ട്. അപ്പോൾ അതിൽ നിർണായക പ്രഖ്യാപനങ്ങൾ പെൻഷൻ വാങ്ങുന്നവർക്കുണ്ടാവാനും സാധ്യതയുണ്ട്. സർക്കാരിൻ്റെ ഭരണകാലയളവ് അവസാനിക്കാൻ കൂടി പോവുകയാണ്. ഈ സമയത്ത് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് സർക്കാർ പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. പെൻഷൻ തുക 2500 ആക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനം. ഒരുപക്ഷെ ആ ഒരു രീതിയിൽ തന്നെ നിലവിലെത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് വരുന്നത്. ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് റബ്ബർ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു അറിയിപ്പാണ്. മുൻപ് റബ്ബർ കർഷകർക്ക് ധനസഹായത്തിന് വേണ്ടി പ്രത്യേക അപേക്ഷകൾ നവംബർ മാസം 17-ാം തീയതി വരെ സമർപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. സർവീസ് പ്ലസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ വഴിയാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആ ഒരു അപേക്ഷ സമയം നവംബർ മാസം 17-ാം തീയതി അവസാനിച്ചിരുന്നതാണ്. എന്നാൽ വീണ്ടും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ കർഷകർക്ക് വേണ്ടി, അതായത് റബ്ബർ കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസേചന സംവിധാനങ്ങൾ ക്രമീകരിച്ചവരുണ്ട്. അതോടൊപ്പം തന്നെ പുനർകൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കിയിരുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് കൃഷി ആരംഭിച്ചവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലെ റബ്ബർ കർഷകർക്കാണ് സാമ്പത്തിക ധനസഹായം നൽകുന്നത്. ഈ ധനസഹായത്തിന് വേണ്ടിയുള്ള വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. 15-ാം തീയതി ആരംഭിച്ച് 19-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ മറ്റ് വിശദ വിവരങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാലും നമുക്ക് ആവശ്യമുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ സഹായങ്ങൾ കൃത്യമായിട്ട് അവർ ഉറപ്പ് നൽകുന്നതായിരിക്കും. എത്രയും വേഗം ഈ അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ലഭിക്കുന്ന ഈ ധനസഹായങ്ങൾ പാഴാക്കാതിരിക്കുക. മുൻപൊക്കെ ഒരുപാട് വർഷങ്ങൾ അപേക്ഷ വെച്ചവർക്ക് ആനുകൂല്യം കിട്ടാനുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ പരിഹരിച്ച് ഇപ്പോൾ അപേക്ഷ വെക്കുന്ന എല്ലാവർക്കും തന്നെ ആനുകൂല്യം വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തും രാജ്യമെമ്പാടും നിരവധി ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു അപകട ഇൻഷുറൻസ് പോളിസിയുണ്ട്. നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഏത് ബ്രാഞ്ചിലാണോ കൃത്യമായിട്ട് ആ ബ്രാഞ്ച് വഴി തന്നെ നമുക്ക് ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY എന്നുള്ള ഒരു അപകട ഇൻഷുറൻസ് പോളിസിയാണ്. ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണ വൈകല്യങ്ങളോ പരമാവധി 2 ലക്ഷം രൂപ വരെ കവറേജ്, അപകട മരണത്തിൽ നോമിനിക്ക് 2 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു സ്കീമാണിത്. അപ്പോൾ ഇത്തരത്തിലൊരു അപകട ഇൻഷുറൻസ് പോളിസി വെറും 20 രൂപയിലാണ് പ്രതിവർഷ പ്രീമിയം നമുക്ക് 2 ലക്ഷം രൂപയുടെ കവറേജ് ഉറപ്പ് നൽകുന്നത്. പദ്ധതിയിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ നമ്മളുടെ നാഷണലൈസ്ഡ് ബാങ്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി. പോസ്റ്റ് ഓഫീസുകൾ വഴിയോ അല്ലെങ്കിൽ LICയുടെ ഓഫീസുകൾ വഴിയുമൊക്കെ ഒരുപക്ഷെ സ്കീമുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.